ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് ചെമ്പനീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെ നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നവീൻദാസിൻ്റെ ശല്യം സഹിക്കാൻ വയ്യാത്ത ശ്രുതി എത്രയും പെട്ടെന്ന് സച്ചിയുടെ ഫോണിൽ കിടക്കുന്ന വീഡിയോ കൈക്കലാക്കാൻ ശ്രമിക്കുന്നു. അതിനുവേണ്ടി സച്ചി രാത്രി കുടിക്കുന്ന പാലിനകത്ത് ഉറക്കഗുളിക കൊടുത്ത് മയക്കിന് ശേഷം വീഡിയോ എടുക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ശ്രുതി വന്ന് കാച്ചുവെച്ച പാലെടുത്ത് കുടിക്കും, പകുതി ശ്രുതിക്കും കൊടുക്കും. രണ്ടുപേരും ഉറങ്ങിപ്പോവും. അതിനുശേഷം രാവിലെ ചന്ദ്രമതി വന്ന് വിളിക്കുമ്പോഴാണ് രണ്ടുപേരും എഴുന്നേൽക്കുന്നത്. അതിനുശേഷം മീരയുടെ സാന്നിധ്യത്തിൽ തന്നെ നവീൻദാസ് ശ്രുതിയെ വിളിക്കുന്നുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് 5 ലക്ഷം രൂപ നീ തന്നില്ലെന്നുണ്ടെങ്കിൽ നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് സർവ്വ വിവരങ്ങളും നീ കല്യാണിയാണെന്ന് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയുമെന്ന് പറയും. ചന്ദ്രമതിയുടെ പ്രസൻസിലാണ് ശ്രുതി ഫോൺ ചെയ്യുന്നത് മുഴുവൻ. ഇത് കേൾക്കുന്ന ചന്ദ്രമതി അടുത്ത് നിൽപ്പുണ്ടെന്ന് മനസ്സിലാക്കുന്ന ശ്രുതി പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ കാര്യങ്ങളാണ് നവീൻദാസിനോട് പറയുന്നത്. അപ്പോൾ നവീൻദാസിന് മനസ്സിലാവും അടുത്ത ആരും നിൽപ്പുണ്ടെന്നുള്ളത്. അപ്പോൾ നീ ഭയന്നാ ജീവിക്കുന്നത്, നീ എത്രയും പെട്ടെന്ന് കാശ് തന്നില്ലെന്നുണ്ടെങ്കിൽ സത്യങ്ങളെല്ലാം ഞാൻ പറയുമെന്ന് പറഞ്ഞ് പിന്നെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഉടനെ ചന്ദ്ര കേൾക്കും, എന്താ മോളെ അച്ഛൻ എന്ത് പറ്റി? അച്ഛൻ്റെ ഒരു ഫ്രണ്ടാണ് വിളിച്ചത്. അപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ പേരാണ് PA എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. അച്ഛൻ്റെ അക്കൗണ്ട്സൊക്കെ നോക്കുന്ന പുള്ളിയാണ്, പ്രശാന്ത് P എന്നാണ് ഞങ്ങൾ സേവ് ചെയ്തേക്കെന്ന് പറയും. അച്ഛൻ്റെ അക്കൗണ്ട്സൊക്കെ നോക്കുന്നത് പുള്ളിയാണെന്നല്ലേ പറഞ്ഞ്. ഇപ്പം നിൻ്റെ അച്ഛൻ്റെ അക്കൗണ്ടിൽ എത്ര രൂപ കാണുമെന്ന് പറയും. ഒരു 3 കോടി രൂപയൊക്കെ കാണുമോ? 3 കോടിയോ? എന്താ എനിക്ക് പറയുന്നത്? അച്ഛൻ്റെ അക്കൗണ്ടിൽ 300 കോടി രൂപ ഉണ്ടെന്ന് വെക്കും. ഇത് കേൾക്കുന്ന ചന്ദ്രമതി പറയും, 300 കോടിയോ? ചന്ദ്രമതി അപ്പോഴത്തേക്ക് ഭയങ്കര പോസ്റ്റ് ലൈഫിലുള്ളതിലൊക്കെ ചിന്തിക്കുകയാണ്. അതിനുശേഷം ഓടി വന്ന് രവി എടുത്ത് പറയും, രവിയേട്ടാ നിങ്ങൾ കേട്ടോ, ശ്രുതിയുടെ അച്ഛൻ്റെ അക്കൗണ്ടിൽ 300 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്ന്. 300 കോടി! ആ ഒറ്റ മോളല്ലേ ഈ കേസും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അക്കൗണ്ടിലെ കാശെല്ലാം ശ്രുതിയുടെ പേരിലോ ട്രാൻസ്ഫർ ചെയ്ത് നന്നായിരുന്നു. എന്തിനാ ചന്ദ്ര ആവശ്യമില്ലാത്തൊക്കെ നീ ആഗ്രഹിക്കുന്നത്? എന്താ അവളുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഒറ്റ മോളല്ലേ, അതിന് അവകാശം നമ്മുടെ ശ്രുതിമോനല്ലേ എന്ന് പറയും. പിന്നെ നിൻ്റെ ഒരു ശ്രുതി, അവൻ്റെ കയ്യിൽ 300 കോടി കിട്ടി അവൻ 3 ദിവസം കൊണ്ട് തീർക്കുമെന്ന് പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവന് ഒരു വിലയില്ലെന്ന് പറയും. എന്തിനാ ചന്ദ്രമതി അത്യാഗ്രഹം കൂടി ഓരോന്ന് ചിന്തിക്കുന്നത്? നമുക്ക് ജീവിക്കാനായിട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. മറ്റുള്ളവർക്ക് പണം ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ അതൊന്നും ബാധിക്കുന്ന കാര്യമില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിച്ചാൽ മതിയെന്ന് പറഞ്ഞ് രവി അങ്ങ് അകത്തോട്ട് കയറിപ്പോവാണ്. അതിനുശേഷം ആൻ്റണിയെ കാണാൻ വേണ്ടി ശ്രുതിയും മീരയും കൂടി വരുന്നുണ്ട്. ആൻ്റണിയെ കണ്ടതും പറയും, നിങ്ങൾ വീഡിയോ കൊണ്ടുവന്നോന്ന് ചോദിക്കും. അത് ആൻ്റണി വീഡിയോ കൊണ്ടുവന്നിട്ടില്ല, നവീൻദാസിനെ കൊണ്ട് ശല്യം സഹിക്കാൻ പറ്റുന്നില്ല, നീ എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണമെന്ന് പറയും. വീഡിയോ ഞാൻ നിനക്ക് എത്തിച്ചു തരാമെന്ന് പറയും. അപ്പോൾ അത് നടക്കത്തില്ല ശ്രുതി, ഞാൻ പറഞ്ഞത് ചെയ്തെങ്കിലേ ചെയ്തു തരാൻ പറ്റത്തുള്ളൂ. ഉടനെ മീര പറയും, നീ എന്തിനാണ് ഇത്ര വെപ്രളം കാണിക്കുന്നത്? വീഡിയോ അയച്ചു തരാമെന്ന് ശ്രുതി പറഞ്ഞില്ലേ, പിന്നെന്തിനാ നീ ഇത്രയും കിടന്നങ്ങ് ശബ്ദമായിട്ട് സംസാരിക്കുന്നു പറയും. നീ കൂടുതൽ സംസാരിക്കണമെന്ന് പറഞ്ഞ് മീരയോട് ആൻ്റണി ദേഷ്യപ്പെടുന്നുണ്ട്. ഉടനെ മീര പറയും, നീ അന്ന് എന്താ പറഞ്ഞത്? നീയാണ് നവീൻദാസിനെ കൈയും കാലം തല്ലി ഓടിച്ചിരുന്നു. അന്ന് സച്ചി ഇല്ലേ അവനെ പോലീസിൽ പിടിച്ച് ഏൽപ്പിച്ചതെന്ന് പറയും. അപ്പം ആരുടെ പറയും, ഞാൻ അവനെ ഓട്ടിച്ച് അവനെ പിടിക്കാൻ വന്നത്, ആ സമയത്ത് സച്ചി വന്നതുകൊണ്ട് അവൻ്റെ കൈ കിട്ടിയെന്നൊക്കെ പറയും. എന്താണെങ്കിലും നീ അവളെ സഹായിച്ചാൽ പറ്റത്തുള്ളൂ എന്ന് പറയും. വീഡിയോ കൊണ്ടു തരാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് മീരയും ശ്രുതിയെയും ആൻ്റണി മടക്കി അയക്കുകയാണ്. അങ്ങനെ ശ്രുതിയും കൂടി ഷോപ്പിൽ നിൽക്കുകയാണ്. ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് പൊതുവേ സെയിൽ വളരെ കുറവാണ്. ആ സമയത്താണ് ശ്രുതിയുടെ പാർക്കിലൊക്കെ ഇരിക്കുന്ന ഒരു സുഹൃത്ത് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ചോദിക്കും, ബ്രോ ഞാൻ അന്ന് പറഞ്ഞ ആ ഡീലർഷിപ്പിൻ്റെ കാര്യം എന്തോ? അത് പറയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. അവരെത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പം ആ കമ്പനിയായിട്ട് നിനക്കൊരു ഇൻ്റർനാഷണൽ ഡീലർഷിപ്പ് ശരിയാക്കി തരാം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് കള്ളങ്ങളൊക്കെ ഞാൻ നിന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തോ ബ്രോ പറഞ്ഞത്? അത് നീ വലിയ റിച്ചാന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഇതുപോലത്തെ ഒരു 3-4 ഷോപ്പുണ്ട്. പിന്നെ നിൻ്റെ ചേട്ടനുണ്ടല്ലോ ഡ്രൈവർ, അപ്പോൾ അവനൊരു 2-3 ട്രാവൽസൊക്കെ ഉണ്ട്. പിന്നെ നിൻ്റെ ഏറ്റവും ഉള്ള അനിയന് ഒരു 7 സ്റ്റാർ 2 ഹോട്ടലുണ്ടെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്, അതിൻ്റെ മുതലാളിയാന്നൊക്കെ. അപ്പോൾ അവർ വരുമ്പോൾ അവരോട് അങ്ങനെ തന്നെ പറയുകയും പെരുമാറുകയും ചെയ്യണം. പിന്നെ അവർക്കൊരു നല്ല ഗ്രാൻഡ് പാർട്ടി കൊടുക്കണം, എങ്കിലേ നമുക്ക് അവരെ കയ്യിലെടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. ഇതൊക്കെ പോലെ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു കാര്യത്തിന് വേണ്ടിയില്ലേ, എന്തായാലും ഞാൻ പറയുന്ന കണക്ക് നീ അനുസരിക്കാൻ പറയും, നിനക്കൊരു നല്ലതിന് വേണ്ടി ഞാൻ പറഞ്ഞതെന്ന് പറയും. അങ്ങനെ ശ്രുതി പറയും, ശരിയാ ശ്രുതി, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ബിസിനസ് പൊതുവെ കുറവാണെന്ന് പറയും. അങ്ങനെ അവരെ രണ്ടുപേരും കൂടി വീട്ടിലോട്ട് വരികയാണ്. വീട്ടിൽ വന്നിട്ട് അവരടുത്ത് പറയണമല്ലോ, കാരണം അവർക്ക് ആ പാർട്ടി കൊടുക്കുമ്പം അനിയന്മാരൊക്കെ അതേ രീതിയിൽ ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല സ്റ്റൈലായിട്ടൊക്കെ വരണം. അങ്ങനെ വീട്ടിൽ വന്നിങ്ങനെ പറയും, അച്ഛ അമ്മയെ എല്ലാവരെയും വിളിക്കുമ്പോൾ പറയും, എന്തുവാടാ കിടന്ന് വിളിച്ചു പോകുന്നത്? അത് ഈ വരുന്ന ശനിയാഴ്ച ഒരു വിശേഷം ഉണ്ടെന്ന് പറയും. ഉടനെ പശു വയ്ക്കും, അതെന്തോ വിശേഷം? സുധി ചേച്ചിയുടെ ബർത്ത്ഡേ ആണോ? ബർത്ത്ഡേ ഒന്നുമല്ല, സുധിയേട്ടൻ്റെ ബർത്ത്ഡേ ആയിരിക്കും. അല്ല, പിന്നെന്താ വിശേഷം? അപ്പം നമ്മുടെ രേവതി പറയും, അത് ഇവരുടെ വിവാഹ വാർഷികമോ? അപ്പം സച്ചി പറയും, 2 ഫ്രോഡുകൾ ഒന്നിച്ച ദിവസം. ചന്ദ്രമതി എന്തുകൊണ്ടാണ് പറഞ്ഞത്? അല്ല, ഇവർ തമ്മിൽ വിവാഹം കഴിച്ച ദിവസം ഒന്നുമില്ലേ ഞാൻ പറഞ്ഞത്.
അങ്ങനെ പറയും. അപ്പം ഇത് അല്ല വേറെന്ത് വിശേഷം, ഇപ്പം വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ ചന്ദ്രമതി പറയും. അത് എനിക്ക് ഒരു ഇൻ്റർനാഷണൽ കമ്പനിയായിട്ടൊരു ഡീലർഷിപ്പ് നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഫംഗ്ഷൻ നടത്തണം. ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. അപ്പോൾ അന്ന് തന്നെ നടത്താമെന്ന് പറയും. പുറത്തൊരു വലിയ റെസ്റ്റോറൻറ്റ് വെച്ചൊരു ഗ്രാൻഡ് പാർട്ടി അവർക്ക് അറേഞ്ച് ചെയ്യണം. അവിടെ ഒരു ടീം തന്നെ വരുമെന്ന് പറയും. അപ്പോൾ ചോദിക്കും, നമ്മുടെ രവി ചോദിക്കും, അത്രയും വലിയൊരു ഗ്രാൻഡ് പാർട്ടിയൊക്കെ നടത്തണം മോനെ, നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയൊക്കെ വിവാഹ വാർഷികം വീട്ടിൽ വെച്ചല്ലേ നടത്തിയെന്ന് പറയും. ഉടനെ ചന്ദ്രമതി പറയും, പിന്നെ പൂക്കാരിയുടെയും ഡ്രൈവറുടെയും വിവാഹ വാർഷികം നടത്തുന്ന കല്യേ വലിയ ബിസിനസ് നടത്തുന്ന എൻ്റെ മോൻ്റെ വിവാഹ വാർഷികം നടത്തുന്നത് അത് വലിയ ഹോട്ടലിൽ വെച്ചാണ് നടത്തണമെന്ന് പറയും. വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്നതാണ്. ഓ ശരി, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് രവി പറയും. അപ്പം അതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പം ശ്രുതിയുടെ ബിസിനസ്സിൻ്റെ പറയുന്ന ആൾക്കാരെല്ലാം കൂടി വരുമ്പം ശ്രീകാന്തും സച്ചിയും എല്ലാം നല്ല സ്റ്റൈലിഷായിട്ട് നല്ല ബിസിനസ് മാഗ്നറ്റിൻ്റെ വേഷമൊക്കെ ഇട്ട് രേവതിയും ശ്രുതിയും വർഷമെല്ലാം അണിഞ്ഞൊരുങ്ങി നല്ല ഭംഗിയായിട്ടൊക്കെ നിൽക്കും. കാരണം അവരെ ഒന്ന് ഇമ്പ്രസ് ചെയ്യിക്കണം എല്ലാവരുടെയും. അങ്ങനെയുള്ള അതിനെക്കുറിച്ചൊക്കെ വരുന്ന കഥകളാണ് നമ്മളിനി വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. നന്ദി.